പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇതൊരു 10 രൂപയുടെ നാണയമാണ്. നിങ്ങൾക്കറിയാം ഇതിന് 2 വശങ്ങളുണ്ട്. ഇതിൻ്റെ ഹെഡ്, ഇതിൻ്റെ ടെയിൽ. ഇതുപോലാണ് നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ സംഭവങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും 2 വശങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ആസ്പെക്റ്റ്, മറ്റേത് അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ്. ഒരേ വിഷയത്തിന് തന്നെ ഒരാൾ നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് തോന്നാം. അതേ വിഷയം തന്നെ മറ്റൊരാൾ നോക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നാം. പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നിങ്ങളെ ബാധിക്കുന്നത്. ഈ വിഷയം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച്, നിങ്ങളുടെ ബ്രെയിൻ അത് സെൻസ് ചെയ്യുന്നതനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെ ചിന്തകളുടെയും ആരോഗ്യവും സന്തോഷവും മാത്രമല്ല വിജയം പോലും കൂടിക്കൊള്ളുന്നത്. ഈ പോസിറ്റീവ് വശം എടുക്കുമ്പോഴും നെഗറ്റീവ് വശം എടുക്കുമ്പോഴും അതിനുണ്ടാകുന്ന സൈക്കോളജിക്കൽ പവർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ബ്രെയിൻ കെമിസ്ട്രി അല്ലെങ്കിൽ ബ്രെയിൻ റിയാക്ഷൻ പോസിറ്റീവ് ആയി ചിന്തിക്കുമ്പോൾ ഉള്ള ബ്രെയിൻ റിയാക്ഷൻ ആയിരിക്കില്ല അതേ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിനെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ആ വിഷയം എടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നത് ഹാപ്പി ഹോർമോൺസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. ഇത് ശരിക്കും നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ്. അത് ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സെൽഫ് മോട്ടിവേഷൻ ആണെന്ന് പറയാം. മോട്ടിവേഷൻ വീട്ടിൽ തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾക്കാണ് അത് ഉപകരിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം തീർച്ചയായിട്ടും വർദ്ധിക്കുന്നു. അതാണ് ഒന്നാമത്തേത്. അതായത് നിങ്ങൾ പോസിറ്റീവ് ആസ്പെക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിക്കും, സന്തോഷം വർദ്ധിക്കും, അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പോൾ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റും ക്രിയേറ്റിവിറ്റി. അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. ഈ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ പുതിയതായി ആവിഷ്കരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ആ ഒരു പ്രവണത നമുക്കുണ്ടാകും. ആ ഉത്സാഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏതൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങളുണ്ടോ, അതിനൊരു സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് സൊല്യൂഷനിലേക്കുള്ള പാത, ആ വഴി നിങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. പോസിറ്റീവ് ആസ്പെക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ശരിയായ പാതയിലൂടെ ശരിയായ സൊല്യൂഷൻ കണ്ടെത്തി പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കാകും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് തന്നെ സൃഷ്ടിക്കപ്പെടാൻ പറ്റും. അങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ പോസിറ്റീവായി വരും. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനോടായാലും ബന്ധുക്കളുടെ അടുത്തുനിന്ന് മാത്രമല്ല സുഹൃത്തുക്കളുടെ അടുത്തും എല്ലാവരോടും നിങ്ങൾക്ക് ഊഷ്മളമായ ഒരു രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ ഒരു മനപ്രയാസമോ സങ്കടമോ ഒന്നും ഉണ്ടാകുന്നില്ല, ടെൻഷനോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വരുന്നില്ല. അതേസമയം നെഗറ്റീവ് ആസ്പെക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നത്തിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുക? ഈ കണ്ടതിൻ്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഉത്സാഹമുണ്ടാവില്ല. മാത്രമല്ല ചിലപ്പം ആവശ്യമില്ലാതെ ഉറക്കം തോന്നും. അതും കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമില്ലാത്തടത്തൊക്കെ വേദനകളൊക്കെ വരുന്നതായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ വരുന്നൊരു പ്രശ്നമല്ല. ഇവിടെ സ്ട്രെസ് ഹോർമോണാണ് ബ്രെയിൻ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ആങ്ഷൈറ്റി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, ദേഷ്യം വരും, കാണുന്നതിനകത്തെല്ലാം നെഗറ്റീവായിട്ട് കാണും. അപ്പം ഉറക്കമില്ലായ്മ, പ്രശ്നങ്ങൾ മാത്രമല്ല ബന്ധുക്കളോടൊക്കെ ശത്രുത, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം ഉണ്ടായിത്തീരും. ഈ കേൾക്കുന്നതെല്ലാം അപ്പോൾ ഒരു
നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. അതെ. ഒന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള മനസ്സ് ഉണ്ടായി വരത്തില്ല. അതുകൊണ്ട് ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിനെ കണ്ടെത്തി അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അത് തന്നെത്താൻ വരത്തില്ല. അത് നിങ്ങൾ സ്വയം പരിശ്രമിച്ച് ആ ഒരു മൈൻഡ് ആക്കിയെടുക്കണം. എങ്കിലേ ആ ഒരു പോസിറ്റീവ് മൈൻഡ് കാണാനുള്ള ഒരു രീതിയിലോട്ട് നിങ്ങളുടെ മനസ്സ് പ്രാപ്തമാവുകയുള്ളൂ. അത് നിങ്ങൾ ചെയ്യും. നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, അതിൻ്റെ പോസിറ്റീവ് സെലക്ട് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്ത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങളുടെ പ്രാക്ടീസിലൂടെ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.